10-15 കരിക്കകത്തമ്മയുടെ ക്ഷേത്ര നടയിൽ പൊങ്കാല തർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 10-15 തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയടുപ്പിലേക്ക് പകരും. അതിനുശേഷം ഓരോ അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അഗ്നി അങ്ങനെ പകർന്ന് ആ പരിസരമാകെ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. നഗര തിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രശാന്ത സുന്ദരമായ ഒരിടമാണ് കരിക്കകം എന്നത്. പണ്ട് നിബിഡമായ വനപ്രദേശമായിരുന്നു. അവിടേക്കാണല്ലോ ബ്രാഹ്മണൻ ഈ ഭദ്രകാളി രൂപമടക്കമുള്ള ഇഷ്ടമൂർത്തി സ്വരൂപങ്ങളുമായി കടന്നു വരുന്നതും അതിൻ്റെ പൂജകൾ ആരംഭിക്കുന്നതും. അപ്പോൾ വനനിബിഡമായ ഒരു പ്രദേശം ഇപ്പോഴും ശാന്തസുന്ദരമാണ്. കരിക്കകത്തമ്മയെന്നാൽ ഈ നഗരത്തിലാകെ ഒരു ആവേശമാണ്, ഒരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല പോലെ ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തി വ്രതം നോറ്റ് അവിടെ പൊങ്കാലയർപ്പിച്ച് ആറ്റുകാലമ്മയെ വണങ്ങി മടങ്ങിപ്പോകുന്ന ഭക്തർ മടങ്ങുമ്പോൾ 2 ചിന്തകളാണ്. കഴിയുമെങ്കിൽ കരിക്കകത്ത് പൊങ്കാലയർപ്പിക്കണം, ഇനി അടുത്ത വർഷവും ആറ്റുകാലിലും കരിക്കകത്തും വരണം. അങ്ങനെ വലിയ 2 ചിന്തകളുമായാണ് അവർ വണ്ടി കയറി തിരികെ പോകുന്നത്. നോക്കൂ, ഈ ക്ഷേത്ര പരിസരം ഇത് ഒരു ട്രസ്റ്റ് അവിടെയുണ്ട്. ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഒരു 4-5 നാൾ മുന്നേ കരിക്കകം ക്ഷേത്രനടയിലെത്തി നമ്മൾ പുത്തൻപുലരി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ സംഘാടകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറയുന്നത്, ഞങ്ങൾ ട്രസ്റ്റ് എന്ന നിലയിൽ എല്ലാ ഒരുക്കങ്ങളും എത്തിക്കുന്നു, ഒരുക്കങ്ങൾ സമ്പൂർണ്ണമാകാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഈ ഉത്സവമാകെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ദേശമാകെയാണ്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് കരിക്കകത്ത് തമ്പടിച്ച് അമ്മയ്ക്ക് വേണ്ടി കരിക്കകത്തമ്മ എന്ന ഒറ്റ പ്രാർത്ഥനയിൽ മനമുരുകി അവിടെ തന്നെ തങ്ങി ഈ ക്ഷേത്രോത്സവത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പങ്കാളികളാകുന്നു എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതായത് ഒരുക്കം മാത്രം ഞങ്ങൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നാണ്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്ന ഇടമാണ്. അവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരെല്ലാവരും വിശ്വാസത്തിൻ്റെ ആചാരപ്പെരുമയുടെ ഒക്കെ പങ്കാളികളായാണ് എത്തുന്നത്. പക്ഷെ അവർക്ക് അവിടെ കിട്ടുന്നത് സംതൃപ്തിയാണ്. ഒരേ സമയം ഉഗ്രരൂപിണിയും സാത്വികയുമായ അമ്മയെ സംപ്രീതിപ്പെടുത്തുക എന്നതുപോലെ പ്രധാനമാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഭക്തർക്ക് കിട്ടുന്ന സംതൃപ്തിയും. അപ്പോൾ പ്രതീക്ഷിച്ചെത്തുന്നു, ആ പ്രതീക്ഷകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന ആത്മവിശ്വാസത്തോടെ അതൊരു അനുഭവമായി സ്വീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ മടങ്ങിപ്പോകുന്ന സമയമാണ്. 10-12 ആകുന്നു. 3 മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പണ്ടാരയടുപ്പിൽ പകരാനുള്ള ദീപം ശ്രീകോവിലിൽ നിന്നെത്തിക്കും. അങ്ങനെ അഗ്നി അവിടെ പകരും. അത് കഴിഞ്ഞാൽ അറിയിപ്പ് വരും. എല്ലാ ഭക്തജനങ്ങളിലേക്കും ആ അറിയിപ്പെത്തും. ഓരോ ഇഷ്ടിക കൊണ്ട് ഒരുക്കിയ അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അതാ നോക്കൂ, കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. കരിക്കകം ദേവീക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ അതൊരു സൂചനയായി മാറുന്നു താഴെ പണ്ടാര അടുപ്പിലേക്ക് തിരിതെളിയിക്കാനുള്ള സമയമായി എന്ന്. അങ്ങനെ പണ്ടാര അടുപ്പിലേക്ക് തിരിതെളിയിക്കുന്ന അഗ്നി പകരുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണിനി. അവിടെ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നെത്തിക്കുന്ന അഗ്നി പകരുന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. ഒപ്പം ഇന്ന് കരിക്കകത്തമ്മയുടെ തിരുനടയിൽ മഹോത്സവത്തിന് സമാപനമാകുന്ന ദിവസം കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അതായത് 700 വർഷത്തോളം പഴക്കമുണ്ട്. അത് അവിടെ അഗ്നി പകർന്നു കഴിഞ്ഞു. പണ്ടാരയടുപ്പിൽ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നെത്തിച്ച അഗ്നി അവിടെ പണ്ടാരയടുപ്പിൽ പകർന്നു കഴിഞ്ഞു. അവിടെ വായ്ക്കുരവ കേൾക്കുന്നുണ്ട്. ഭക്തരാകെ അമ്മേ ശരണം എന്ന ഒറ്റ മന്ത്രത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷമാണിത്. ഈ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞ സ്ഥിതിക്കിനി ഓരോ അടുപ്പിലേക്കും അതെത്തുന്ന നിമിഷമാണ്. തത്സമയ കാഴ്ചകളിലേക്ക് പോകാം. ഭണ്ഡാര അടുപ്പിൽ നിന്ന് അഗ്നി അങ്ങനെ
പല പല ചൂട്ടുകളിലേക്ക് പകർന്നു. കൊതുമ്പുകളിലും ചൂട്ടുകളിലുമൊക്കെയായി പകർന്ന് ഇനി ഓരോ അടുപ്പുകളിലേക്കും എത്തും. അറിയിപ്പ് വന്നു കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസത്തിൻ്റെ ആചാര പെരുമയുടെ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ കാത്തുനിൽപ്പാണ് ഭക്തർ, അമ്മമാർ, സോദരിമാർ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മനമുരുകി പ്രാർത്ഥിച്ചാൽ, ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആഗ്രഹം സാധിച്ചു തരാൻ അമ്മയുണ്ടാകും എന്ന വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും മുഖത്ത് തെളിഞ്ഞു കത്തുന്നത്. അഗ്നി അടുപ്പിൽ കത്തും മുൻപേ പ്രതീക്ഷയുടെ അഗ്നി മുഖത്ത് തെളിയുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ വിശ്വാസ പെരുമയുടെ നടുവിലാണ് ഈ ഭക്തരൊക്കെയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ക്ഷേത്ര പരിസരമാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഭക്തർ. ഇനി അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അഗ്നി പകർന്ന് കടും പായസം പരുവപ്പെടുന്ന സമയത്തിലേക്ക് പോവുകയാണ്.